പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൻ്റെ മോശമായ പ്രതിച്ഛായ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള വലിയ തത്രപ്പാടിലാണ് പിണറായി വിജയൻ. വലിയ അഴിമതിക്കാരനാണ്, കടുംപിടുത്തക്കാരനാണ്, ഏകാധിപതിയാണ്, പകയുള്ളയാളാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള വലിയ ദുഷ്പ്രചരണങ്ങൾ തനിക്കെതിരെ പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ പിണറായി വിജയൻ ഒന്ന് വെള്ളപൂശി ഒന്ന് സോപ്പിട്ട് കുളിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പരിപാടി ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തുന്നുണ്ട്. നടത്തുന്നതിനൊന്നും പിണറായി വിജയൻ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് നടത്താൻ വേണ്ടി 10 പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട, 10 പൈസ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, 10 പൈസ പാർട്ടിയിൽ നിന്ന് എടുക്കണ്ട. അതിനൊക്കെ തന്നെ പൊതുഖജനാവിൽ നിന്നുള്ള പണം കിടപ്പുണ്ടല്ലോ, നികുതി പണം കിടപ്പുണ്ടല്ലോ. അത് നികുതി പണം ഇതിനെല്ലാം ഉപയോഗിച്ചാൽ മതിയല്ലോ. അതിൻ്റെ ഭാഗമായി ഒരു പ്രമുഖ സംവിധായകൻ TK രാജീവ് കുമാർ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ, സത്യത്തിൽ ഒരു അഭിമുഖ സംഭാഷണത്തിൽ സംവിധായകന എന്നുള്ള നിലയൊന്നും വരേണ്ട കാര്യമില്ല, പക്ഷെ ഇത് സംവിധാനം ചെയ്തതാണല്ലോ, ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണല്ലോ. അങ്ങനെ തീരുമാനിച്ച ഒരു അഭിമുഖം അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട, കേരളത്തിൻ്റെ അതുല്യ നടന്മാരിൽ ഒരാളായിട്ടുള്ള മോഹൻലാലുമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹം എല്ലാ TV ചാനലുകളിലും ഒരേ സമയം വന്ന് മോഹൻലാലുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുണ്ടായി. PRD ആണ് നടപ്പിലാക്കിയത്. ലക്ഷക്കണക്കിന് രൂപ ചാനലുകൾക്ക് കൊടുത്താണ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ അതിലൂടെ തൻ്റെ മോശമായ പ്രതിച്ഛായ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. എനിക്ക് 2024 2019 മറ്റോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ നരേന്ദ്രമോദി ഇതുപോലൊരു എക്സർസൈസ് നടത്തിയത്. അക്ഷയ് കുമാറുമായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇതുപോലൊരു അഭിമുഖം നടത്തി. അതിൽ നിന്ന് ആവേശം കൊണ്ടുകൊണ്ടായിരിക്കാം, കാരണം BJPയിൽ നിന്നാണല്ലോ പിണറായി വിജയൻ ഇപ്പോൾ ആവേശം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശം കൊണ്ടുകൊണ്ടായിരിക്കാം അദ്ദേഹവും മോഹൻലാലുമായിട്ട് ഒരു അഭിമുഖം നടത്തി. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് പെട്ടെന്ന് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള 1-2 വീഡിയോകളാണ് ചെയ്യുന്നത്. അതിലൊരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ആരോടും പകയില്ല, തനിക്കെതിരെ വരുന്ന വാർത്തകളൊന്നും താൻ ശ്രദ്ധിക്കാറില്ല, അവരവരുടെ ജോലി ചെയ്ത് കൊണ്ടുപോകുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, എനിക്ക് ആരോടും പകയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുക അദ്ദേഹത്തിന് ആരോടും പകയില്ല എന്നാണല്ലോ. എന്താണ് യാഥാർത്ഥ്യം എന്ന് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു ശത്രുവിൻ്റെ കൂടെയും 5 വർഷം പ്രവർത്തിച്ച ഒരാളെന്നുള്ളതിൽ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ആരോടും പകയില്ല എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിലുള്ളത്? അയാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മഹാനായ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ അടുത്ത് പിണറായി വിജയൻ ചെയ്തത് എന്താണ് എന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പകയില്ല എന്നുള്ളതല്ല, അദ്ദേഹം പകയുടെ രാജകുമാരനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. VS അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു നേതാവ് പിണറായി വിജയൻ. പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയാക്കി കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ആ കൈക്കെതിരെ തന്നെ ഏറ്റവും ആദ്യം തന്നെ പിണറായി വിജയൻ കൊത്തുകയല്ലേ ചെയ്തു, VSൻ്റെ കൈക്കിട്ട് കൊത്തുകയല്ലേ ചെയ്തു. 2001 മുതൽ ഏതാണ്ട് 2013 2014 വരെ VS അച്യുതാനന്ദനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമോ, VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയുമോ എന്ന് പകയോടുകൂടി, അടങ്ങാൽ തീരാത്ത പകയോടുകൂടി പ്രവർത്തിച്ച മനുഷ്യനല്ലേ പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനോടുള്ള പിണറായി വിജയൻ്റെ പകയുടെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? വ്യക്തിഗതമായ എന്തെങ്കിലും കാര്യമായിരുന്നു? ഒന്നുമല്ല. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയ കൊടിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി VS നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ VSനോടുള്ള കലി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ പിണറായി വിജയൻ 2001 മുതൽ ശ്രമിച്ചു കൊണ്ടിരുന്നത്. പിണറായി വിജയന് മുഖ്യ പങ്കുണ്ട് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ പറഞ്ഞ ലാവ്ലിൻ കേസ് VS വലിയൊരു പോരാട്ട വിഷയമാക്കി മാറ്റിയതല്ലേ യഥാർത്ഥത്തിൽ പിണറായി വിജയന് VSനോട് പക തോന്നാനുള്ള കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായിരുന്നില്ലേ? അങ്ങനെ 2006 VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കരുത് എന്ന് പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞ ആളല്ലേ പിണറായി വിജയൻ. അത് VSനോടുള്ള പകയല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു? 2001 മുതൽ 2006 വരെ
ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ആന്യ സർക്കാരിനെതിരെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എടുത്ത് വലിയ തോതിൽ ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് വി എസ് അല്ലായിരുന്നു. സ്വാഭാവികമായും 2006 വി എസ് ആയിരുന്നില്ലേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നത്. എന്നാൽ താനാവണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വി എസിനെ തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചത് പിണറായി വിജയനല്ലേ സുഹൃത്തുക്കളെ. അതിനുശേഷം വി എസ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വി എസിനെ കൈയും കാലും കെട്ടിയിട്ട് വി എസിനെ ഭരിക്കാൻ സമ്മതിക്കാതിരുന്നത് പിണറായി വിജയനല്ലേ. അത് വി എസിനോടുള്ള പക കൊണ്ടായിരുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം 2011 വി എസ് പ്രതിപക്ഷ നേതാവാൻ ശ്രമിച്ചപ്പോൾ വി എസിനെ പ്രതിപക്ഷ നേതാവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പിന്നെയും പിണറായി വിജയൻ നടത്തിയില്ല. അത് വി എസിനോടുള്ള പക കൊണ്ടായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ 2011 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വിജയിക്കാതിരിക്കാനുള്ള കരുക്കൾ പോലും പിണറായി വിജയൻ നീക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. എത്രയോ മണ്ഡലങ്ങളിൽ LDF തോക്കാൻ കാരണം പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പിൻവാതിൽ ശ്രമങ്ങളായിരുന്നു എന്നുള്ള ആരോപണം പൊതുമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുകയല്ലേ സുഹൃത്തുക്കളെ. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അവസാനം 2016 അന്ത്യവയോധികനായിട്ടുള്ള വി എസിനെ 140 മണ്ഡലങ്ങളിലും കൊണ്ടുവന്ന് പ്രചരണം നടത്തിച്ചു. അന്ന് 2016 ഇടതുപക്ഷം ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വന്ധ്യവയോധികനായി 90 വയസ്സിന് മുകളിലുണ്ടായിരുന്ന വി എസിനെ 140 മണ്ഡലങ്ങളിലും കൊണ്ടുപോയി നടത്തിയ പ്രചരണമല്ലായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ജയിച്ച ഇടതുപക്ഷം ജയിച്ചു വന്നപ്പോൾ വി എസിനെ ഒരു 6 മാസമെങ്കിലും മുഖ്യമന്ത്രിയാക്കേണ്ടിയിരുന്നില്ലേ സുഹൃത്തുക്കളെ? എന്നാലോചിച്ച് നോക്കി. 140 മണ്ഡലങ്ങളിലും പ്രചരണം നടത്തിയത് വി എസ് അല്ലേ. ആ വി എസിനെ 6 മാസം പോലും മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കാതെ 2016 ഇടതുപക്ഷം ജയിച്ചപ്പോൾ വി എസിനെ പുറങ്കാല് കൊണ്ട് ഇയാൾ തൊഴിച്ചെറിഞ്ഞത് ഈ പിണറായി വിജയൻ്റെ പകയല്ലെങ്കിൽ പിന്നെ എന്താണ് സുഹൃത്തുക്കളെ? 2016 17 എറണാകുളത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ പാർട്ടിയുടെ ഉത്ഭവവും വളർച്ചയും എന്നുള്ള ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിൽ വി എസിൻ്റെ പടം പോലും വെച്ചില്ല ഇയാൾ. എന്തൊരു പകയുടെ രാജാവല്ലേ ഈ മനുഷ്യൻ. ഏറ്റവും കൂടുതൽ പകയില്ല, തനിക്ക് ആരോടും പകയില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പകയോടുകൂടി പിണറായി വിജയൻ പ്രവർത്തിച്ചത് കേരളത്തിലെ പാർട്ടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച വി എസിനെതിരായിട്ടായിരുന്നില്ലേ. പിന്നെ പകയുമായി ബന്ധപ്പെട്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ 8 ദിവസം ജയിലിലിട്ടു. എന്തിനാണ് എന്നെ 8 ദിവസം ജയിലിലിട്ടത്? എന്നെ 8 ദിവസം ജയിലിട്ടത് എന്നോടുള്ള പക കൊണ്ട് മാത്രമല്ല. 2017 8 ദിവസം എന്നെ പൂജപ്പുര ജയിലിലിട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ഒരു പിടിയില്ല. എത്ര വർഷം കഴിഞ്ഞു. ആ പകയില്ലെങ്കിൽ പിന്നെ എന്നെ ജയിലിലിടുക സുഹൃത്തുക്കൾ. 2012 ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റുകാരനെ മുഖത്ത് 54 വെട്ടി കൊന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള പകയല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു സുഹൃത്തുക്കളെ? എന്നിട്ട് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട ആ മനോവ്യഥയിൽ കഴിയുമ്പോൾ ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തിയല്ലേ എന്ന് വിളിച്ചത് പകയല്ലെങ്കിൽ പിന്നെ എന്താണ്? എം എൻ വിജയൻ എന്ന് പറഞ്ഞ താത്വികകാരൻ മരിച്ചപ്പോൾ അയാൾ ഏതോ കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞത് പകയല്ലെങ്കിൽ പിന്നെന്താണ്? വയനാട്ടിലൊരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് പകയല്ലെങ്കിൽ പിന്നെന്താണ്? തനിക്കെതിരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരുടെ തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞത് പകയില്ലെങ്കിൽ പിന്നെന്താണ്? പോലീസ് പീഡനങ്ങളുടെ പോലീസ് മർദ്ദനങ്ങളുടെ ഭാഗമായി കേരളം ഒരു കാരാഗ്രഹമാക്കി മാറ്റിയ ഒരു ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയല്ലേ ഈ മനുഷ്യൻ. ആ മനുഷ്യന് ആരോടും പകയില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് എനിക്കെതിരെ വരുന്ന വാർത്തകളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ദിവസവും ഓഫീസിൽ വരുമ്പോൾ ഇൻ്റലിജൻസുകാർ തനിക്കെതിരെ വന്ന തലേ ദിവസത്തെ വാർത്തകൾ ശേഖരിച്ചത് അത് 1 മണിക്കൂർ കേട്ടിട്ട് അതിലെന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് എനിക്ക് സെക്രട്ടറിയേറ്റിനകത്ത് നിന്ന് തന്നെ എനിക്ക് വിവരം കിട്ടിയത്. പകയുടെ രാജകുമാരൻ, പക മാത്രം കൊണ്ടു നടക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ വന്നിരുന്നിട്ട് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് എനിക്ക് ആരോടും പകയില്ല എന്ന്. എനിക്കെതിരെ വന്നിരുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇത്രയേറെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ഒരു മനുഷ്യൻ, ഇത്രയേറെ നട്ടാൽ കുരുക്കാത്ത നുണ പരസ്യമായി പൊതുമണ്ഡലത്തോട് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവുമോ സുഹൃത്തുക്കളെ?